Hello, welcome to Red Short Talks. സോറി, ഇന്ന് വീഡിയോ കുറച്ച് ലേറ്റ് ആയി. നോർമലി നമ്മൾ അനാലിസിസ് ചെയ്തിട്ട് ഞാനത് നമ്മുടെ AI വഴി അതിൻ്റെ ഒരു ഓഡിയോ ജനറേറ്റ് ചെയ്തിട്ടാണ് സാധാരണ നമ്മൾ അപ്ലോഡ് ചെയ്യാറ്. സോ 11:33 ആയി, സ്റ്റിൽ അത് വർക്ക് ചെയ്യുന്നില്ല. സംതിങ് എന്തോ ടെക്നിക്കൽ ഇഷ്യൂ ഗൂഗിളിൻ്റെ സൈഡിൽ നിന്ന്. ബട്ട് ഓൾസോ നമുക്കിത് ആദ്യം ചാനലിൽ ചെയ്തിട്ടുണ്ടായിരുന്നു. സ്റ്റാർട്ടിങ്ങിൽ അനലൈസ് ചെയ്തിട്ട് അതിൻ്റെ ഓൺ വോയിസ് തന്നെയായിരുന്നു ചെയ്തുകൊണ്ടിരുന്നത്. സോ ഇന്ന് ഓൺ വോയിസ് ചെയ്യാം, ഞാൻ തന്നെ ചെയ്യാൻ, വേറെ വഴിയൊന്നുമില്ല. സോ നമുക്ക് നിഫ്റ്റി തന്നെ പെട്ടെന്ന് പോകട്ടെ. നിഫ്റ്റിയിലോട്ട് പെട്ടെന്ന് സമയമല്ലോ, ലൈറ്റായി. സോ നമുക്ക് ഡേ ചാർട്ട് ജസ്റ്റ് നോക്കാം. ഡേ ചാർട്ടിൽ അറൗണ്ട് നമ്മുടെ ഈ ഒരു ട്രെൻഡ് ലൈൻ 2 ദിവസം മുന്നേ ഉണ്ടായിരുന്നു, അറിയാലോ അല്ലേ? ഈ ട്രെൻഡ് ലൈൻ നിഫ്റ്റി ബ്രേക്ക് ചെയ്തിട്ടാണ്, ഈ ഒരു ട്രെൻഡ് ലൈൻ ബ്രേക്ക് ചെയ്തിട്ട് ഡേ ചാർട്ടിൽ ബ്രേക്ക് ചെയ്തിട്ടാണ് നമ്മുടെ ഈ ഒരു വ്യൂ വന്നിട്ടുള്ളത്. അതായത് ഈ ഒരു അപ് ട്രെൻഡ്, അതായത് ഈ ഒരു 24,400 എന്നുള്ള ഒരു തിരിച്ച് കയറൽ വന്ന് ഇവിടെ 2-3 ദിവസമായിട്ട് നിന്ന് ടച്ച് ചെയ്ത് നിൽക്കുന്നത് ഉണ്ടായിരുന്നു ഈ ഒരു ട്രെൻഡ് ലൈനിൽ. അത് കഴിഞ്ഞിട്ടാണ് ആ ഒരു ബ്രേക്ക് വന്നിട്ടാണ് നമ്മുടെ നിഫ്റ്റി ഒരു ഗ്യാപ്പ് അപ്പിൽ കയറി പോയിട്ടുള്ളത്. പക്ഷെ അത് റെസ്പെക്ട് ചെയ്ത് മുകളിൽ തന്നെ ഹോൾഡ് ചെയ്യുന്നുണ്ട്. പക്ഷേ ഈ ട്രെൻഡ് ലൈൻ നമുക്കിനി വേണ്ട. സോ നമുക്ക് ഇന്നത്തെ ഡേ ലോ എന്ന് ജസ്റ്റ് ഒന്ന് മാർക്ക് ചെയ്തേക്കാം കേട്ടോ. ജസ്റ്റ് ഡേ ലോ ഒന്ന് മാർക്ക് ചെയ്യാം. ഡേ ലോ സപ്പോർട്ടായിട്ട് ആക്ട് ചെയ്യുന്നുണ്ട് ഈ ഡേ ലോ. ഓക്കെ, അതായത് ഇന്നലത്തെ ക്ലോസ് ഇന്നലെ ജസ്റ്റ് ഒരു 30 പോയിന്റ്സ് മുകളിലാണ് തന്നിട്ടുള്ളത്. വലുതായിട്ടൊന്നും ഇല്ല, ബട്ട് ഒരു ബുള്ളിഷ് പിയർസിങ് പോലെയൊക്കെ ഒരു ക്യാൻഡിൽ നമുക്ക് പറയാം. ജസ്റ്റ് 1 അവറിലോട്ട് പെട്ടെന്ന് പോവാം. 1 അവറിൽ കണ്ടല്ലോ. 1 അവറിൽ ഇവിടുന്ന് ഒരു എന്താ പറയാ, സ്ട്രോങ് ആയിട്ട് ബയേഴ്സ് പുള്ള് ചെയ്തിട്ടുണ്ട് മുകളോട്ട്. സോ അതൊരു സപ്പോർട്ട് മെയിൻലി ആ ഒരു 900 ആയിട്ടൊരു സപ്പോർട്ട് ആക്ട് ചെയ്യുന്നുണ്ട് നല്ല മെയിൻലി. പിന്നെ വേറെ എന്ന് വെച്ചാൽ ഓപ്പൺ ഇൻട്രസ്റ്റ് നല്ലോണം കൂടിയിട്ടുണ്ട്. ഓപ്പൺ ഇൻട്രസ്റ്റ് അത്യാവശ്യം 25,000 ഓപ്പൺ ഇൻട്രസ്റ്റ് നല്ലോണം വന്നിട്ടുണ്ട്. ഓപ്പൺ ഇൻട്രസ്റ്റ്. സോ ഈ നമ്മുടെ ഓപ്ഷൻ ട്രേഡ് ചെയ്യുന്ന ആൾക്കാർക്ക് അറിയാം ഓപ്പൺ ഇൻട്രസ്റ്റിനെ കുറിച്ചൊക്കെ. സോ ബിഗിനേഴ്സ് ആണെങ്കിൽ ഓപ്പൺ ഇൻട്രസ്റ്റ്, അതായത് പുതിയതായിട്ട് തുടർന്ന് ഓപ്പൺ ആയിട്ടുള്ള പൊസിഷൻസിനെയാണ് ഓപ്പൺ ഇൻട്രസ്റ്റ് എന്ന് പറയുന്നത്. അപ്പൊ 25,000 ഒരുപാട് ബയേഴ്സ്, അതായത് പുട്ട് റൈറ്റേഴ്സ്, ഓപ്പൺ സെല്ലേഴ്സ്, അതായത് ഓപ്പൺ ഇൻട്രസ്റ്റ് ഓപ്പൺ ആയിട്ടുണ്ട്. അതായത് ഒരുപാട് പുതിയ ഓർഡറുകൾ ഓപ്പൺ ആയിട്ടുണ്ട്. സോ നമുക്ക് ഇതിൽ വ്യക്തമായി കാണാം, ഈ ഒരു മുകളിലോട്ട് പോയി സെല്ലേഴ്സ് താഴോട്ട് കൊണ്ടുവന്നു. ബട്ട് ബയേഴ്സ് നല്ല സ്ട്രോങ് ആയിട്ട് പുഷ് ചെയ്ത് ഒരു ഹാമർ ക്യാൻഡിൽ തിരിച്ചു മുകളിലോട്ട് 25,000 തന്നെയാണ് ക്ലോസ് വന്നിട്ടുള്ളത്. സോ ഈ ഒരു ഏരിയ നമ്മുടെ മെയിൻ ആയിട്ട് റെസിസ്റ്റൻസ് ആയിട്ട് ആക്ട് ചെയ്യുന്നുണ്ട്. 2530 വരെ ഉള്ള ഒരു ഏരിയ. ഈ 24,900 ആ 950 ഏരിയ സ്ട്രോങ് സപ്പോർട്ടായിട്ട് ആക്ട് ചെയ്യുന്നുണ്ട്. സോ നമ്മുടെ ഇതിന് താഴോട്ടുള്ള ഒരു സ്ട്രോങ് ഡിമാൻഡ് സോൺ ഇതാണ്. അതായത് നമ്മുടെ ഗ്യാപ്പ് അപ്പ് ചെയ്ത് പോയത്. അപ്പം ഇൻ കേസ് നിഫ്റ്റി താഴോട്ട് വരികയാണെങ്കിലും നിഫ്റ്റി ഈ ഒരു ഏരിയയിൽ സപ്പോർട്ട് എടുത്തിട്ട് തിരിച്ച് പുഷ് ബാക്ക് ചെയ്യാനുള്ള നല്ല ചാൻസ് ഉണ്ട്. അല്ലെങ്കിൽ നമുക്ക് ഏറ്റവും നല്ലത് ബ്രേക്ക്ഔട്ട് ട്രേഡ് ആണ്. അതായത് നാളെ ഇതിന് മുകളിലൊരു ബ്രേക്ക്ഔട്ട് തന്നിട്ടുണ്ടെങ്കിൽ, ഇങ്ങനെ ഒരു ബ്രേക്ക്ഔട്ട് തരികയാണെങ്കിൽ നമുക്ക് ലോങ് എൻട്രി ഇവിടുന്ന് പോകാം. അപ്പൊ 25,100 ആണ് ഈ ഒരു ഏരിയ കാണുന്നുള്ളത്. ഈ ഒരു ഏരിയ 2080. ഓക്കെ, ഈ ഒരു ഏരിയ ഫസ്റ്റ് ടാർഗറ്റ് ആയിട്ടും അതിന്റെ മുകളിൽ 25,120, 100, ഇത് 100 റൗണ്ട് നമ്പർ ആയിട്ട് നമ്മൾ എക്സിറ്റ് ചെയ്യുന്നതായിരിക്കും എപ്പോഴും നല്ലത്. ഞാൻ വരച്ചതേ ഉള്ളൂ. 25,100 ആ ഒരു ഏരിയയിൽ എക്സിറ്റ് ചെയ്യുന്നതായിരിക്കും എപ്പോഴും നല്ലത്. ഓക്കെ, അപ്പൊ ഇതിന്റെ മുകളിൽ ഒരു സ്ട്രോങ് ആയിട്ട് ഒരു ബ്രേക്ക്ഔട്ട് തരികയാണെങ്കിൽ മുകളിലോട്ട് തന്നെ ട്രേഡ് എടുക്കുന്നതായിരിക്കും ട്രെൻഡിന്റെ ഒരു ട്രെൻഡ് ബുള്ളിഷ് ആണല്ലോ. സോ ബുള്ളിഷ് ട്രെൻഡിൽ തന്നെ ട്രേഡ് എടുക്കുന്നതായിരിക്കും എപ്പോഴും നല്ലത്. സോ ഇതിന്റെ മുകളിലോട്ട് ട്രേഡ് ചെയ്യാം. 25,000 ആ ഒരു സ്ട്രോങ് നാളെ ബ്രേക്ക് ചെയ്യുകയാണെങ്കിൽ അതിന്റെ മുകളിൽ ട്രേഡ് ചെയ്യാം. വേറെ പ്രത്യേകിച്ച് വ്യൂ ഒന്നും ഇല്ല, ജസ്റ്റ് ഇത് തന്നെ ഉള്ളു. ഇവിടുന്ന് ഒരു ട്രെൻഡ് ലൈൻ വരുന്നുണ്ട് താഴേന്ന്. ഈ ട്രെൻഡ് ലൈൻ നിങ്ങൾ വരച്ചിട്ടുണ്ടെങ്കിൽ നന്നായിരിക്കും. ഇവിടെ ട്രെൻഡ് ലൈൻ താഴേന്ന് വരുന്നുണ്ട്. സോ ഈ ട്രെൻഡ് ലൈൻ റെസ്പെക്ട് ചെയ്യുന്നുണ്ട് കേട്ടോ. ഈ ട്രെൻഡ് ലൈൻ ചെറുതായിട്ട് റെസ്പെക്ട് ചെയ്യുന്നുണ്ട്. സോ ഈ ട്രെൻഡ് ലൈൻ ഒന്ന് ചാർട്ടിൽ വരച്ചിട്ടേക്കാം. ഈ ട്രെൻഡ് ലൈൻ ഇന്നും ഈ ട്രെൻഡ് ലൈനിന് അടുത്ത് വന്നിട്ടുണ്ട് റിജക്ഷൻ വന്നിട്ടുള്ളത്. പിന്നെ ഈ ട്രെൻഡ് ലൈൻ തന്നെയാണ് സപ്പോർട്ട് ചെയ്ത് നിൽക്കുന്നതും. സോ ഈ ട്രെൻഡ് ലൈൻ ഒന്ന്
ചാർട്ടിൽ വരച്ചിട്ടേക്കുക. റെസ്റ്റ് ബാക്കി 25,000 മുകളിൽ ഒരു സ്ട്രോങ് ക്ലോസ് വരികയാണെങ്കിൽ 25,030 നമുക്ക് ബൈ കൊടുക്കാം. ഒരു 50 പോയിന്റ്സ്. കാരണം ഇതൊക്കെ 25,100 ഈ ഒരു ഏരിയ ഒക്കെ 25,050 ഒക്കെ നല്ല സ്ട്രോങ് ആയിട്ട് ഇപ്പം ഓപ്പൺ ഇൻട്രസ്റ്റ് ഉണ്ട്. അതായത് പൊസിഷൻസ് ഓപ്പൺ ആണ്. അത് ഷോർട്ട് കവറിങ് ആയി പോവും ഒരു ബ്രേക്ക് ഔട്ട് ചെയ്ത് പോവുകയാണെങ്കിൽ. പക്ഷെ നമുക്ക് നിഫ്റ്റിയുടെ ഇന്ന് ഇപ്പോഴത്തെ ഒരു ട്രെൻഡിങ് അനുസരിച്ച് 30-40 പോയിന്റ്സ് എടുക്കുക, എക്സിറ്റ് ആവുക, അതായിരിക്കും നല്ലത്. സോ സിമ്പിൾ വ്യൂ ആണ്. 25,000 ബ്രേക്ക് ഔട്ടിൽ ബൈ കൊടുക്കുക, ഒരു ഈ ഒരു റെസിസ്റ്റൻസിൽ എക്സിറ്റ് ആവുക. ഓക്കെ, ഒരു സെൽ സൈഡിലോട്ട് നോക്കാതിരിക്കാൻ എനിക്ക് എപ്പോഴും നല്ലത്. അല്ലെങ്കിൽ ബൈ ഓൺ ദി ഡിപ്പ് ആയിരിക്കും എപ്പോഴും നല്ലത്. ഇതിന്റെ താഴോട്ട് വരികയാണെങ്കിൽ ഇവിടുന്ന് ഒരു ബൈ കൊടുക്കുക. ഇതും ബൈ ട്രേഡ് തന്നെയാണ് സജഷൻ. അതായത് താഴോട്ട് വരികയാണെങ്കിലും ബൈയിൽ തന്നെ പോവാം. ഓക്കെ, സോ താങ്ക് യു. എൻ്റെ ചാനലിൽ എന്തും കാണുന്നവരാണെങ്കിൽ പ്ലീസ് ലൈക്ക്, ഷെയർ ആൻഡ് സബ് മൈ ചാനൽ. പിന്നെ സാധാ ചെയ്യുന്ന പോലെ ഒന്നും ചെയ്യാൻ പറ്റായിരുന്നത് ടെക്നിക്കലി ഇഷ്യൂ ഉള്ളതുകൊണ്ടാണ്. സോ എന്തെങ്കിലും തെറ്റെൻ്റെ ഭാഗത്തുനിന്ന് വന്നിട്ടുണ്ടെങ്കിൽ സോറി. സോ ചാനൽ ഇഷ്ടപ്പെട്ടെങ്കിൽ പ്ലീസ് ലൈക്ക്, ഷെയർ ആൻഡ് സബ് മൈ ചാനൽ. താങ്ക് യു.